സുഡാപ്പികളുള്ളതുകൊണ്ട് സൗഹൃദം നഷ്ടപ്പെടുക എന്നാ പറയുക. അതെന്താ കാരണം? STP കാലത്തെല്ലാം വന്ന തല്ലല്ലേ എന്ന് പറയും, ചിലപ്പോ തിരിച്ചും തല്ലും. തല്ലുകൊണ്ടോണ്ട് ജീവിക്കും ആരെങ്കിലും. അപ്പൊ നിങ്ങള് തിരിച്ചു തല്ലിയതുകൊണ്ട് അവിടെ ആകെ പ്രശ്നം എന്നാ പറയാ. എന്താ ഒന്നിപ്പോ തല്ലുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമാണോ? എന്താ നമുക്ക് നേടാനുള്ളത്? സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം പറയുന്നില്ലേ? ആ ചരിത്രം പറഞ്ഞ് കോരിത്തെരിക്കുന്നില്ലേ? എത്രയോ 10,000-കണക്കിന് ആളുകളുടെ ജീവൻ കൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ്, രാജ്യമാണിത്. ഒറ്റപ്പെട്ട സംഭവമാണോ? അങ്ങനെ രക്തസാക്ഷികളുടെ ആ ചരിത്രം ഇങ്ങനെ പറഞ്ഞ് കേട്ട് വന്നവർ, അവർ സൃഷ്ടിച്ചു തന്ന രാജ്യത്തെ സംരക്ഷിക്കണം, എനിക്ക് എന്റെ ബാധ്യതയാണെന്നൊരു വിചാരം നമുക്കുണ്ടാകണ്ടേ? ഒരു ബന്ധവും രാജ്യവുമായിട്ടില്ലാത്ത ഫാഷത്തിന്റെ കയ്യിൽ, കുരങ്ങന്റെ കയ്യിലെ പൂമാല പോലെ രാജ്യത്തെ വലിച്ചെറിഞ്ഞിട്ട് എന്താ കാണിച്ചുകൊണ്ടിരിക്കണേ? ഞാൻ പറഞ്ഞ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമായിട്ടല്ല. 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കിട്ടുമെന്ന് പറഞ്ഞു BJP വന്ന. ഇപ്പൊ പെട്രോളിന്റെ വിലക്കയറ്റത്തിന്റെ പ്രശ്നം മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണോ? ക്രൈസ്തവരുടെ പ്രശ്നമാണോ? ഇന്ത്യയിലെ മുഴുവൻ ജനതയുടെ പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കണം. രാജ്യത്തിന്റെ സമ്പത്ത് നമ്മൾ അറിയേണ്ടത് 100-ൽ താഴെ വരുന്ന ആഭ്യന്തര മൂലധന ശക്തികൾ, ആഭ്യന്തര മുതലാളിമാർ, ഭരണകൂടം പരിപോഷിപ്പിച്ച മുതലാളിമാര്. നിങ്ങൾ നോക്കിയേ, പുതിയ സ്വകാര്യ മേഖലയിൽ ആണവ നിലയങ്ങൾ വരികയാണ്. അപ്പൊ തന്നെ തട്ടിക്കൂട്ടി അദാനി കമ്പനി ഉണ്ടാക്കി അദാനിയുടെ ആക്കുവാണ്. രാജ്യത്തിന്റെ ആണവ നിലയം അദാനിക്ക്, സീപോർട്ടും എയർപോർട്ടും അത് മുഴുവനും അദാനിക്ക്, പെട്രോൾ പമ്പ് മുഴുവനും അദാനിക്ക്, രാജ്യത്തിന്റെ സാങ്കേതിക വിദ്യ അദാനിക്ക്, വാണം എന്ന് വേണ്ട സർവ്വതും അദാനിക്ക്, രാജ്യത്തിന്റെ സമ്പത്ത് അദാനിക്ക്, രാജ്യത്തിന്റെ വിദേശ നയം അദാനിക്ക് വേണ്ടി. അതുകൊണ്ട് ഈ രാജ്യത്തിന് ഞാൻ പറഞ്ഞത്, 100-ൽ താഴെ വരുന്ന പ്രമാണിമാരുടെ കയ്യിലുള്ള പണം അത് ഈ രാജ്യത്തെ വികേന്ദ്രീകൃതമാക്കാൻ തീരുമാനിച്ചാൽ ഓരോരുത്തർക്കും വീതം വെച്ച് 1 ലക്ഷം രൂപ വീതം കൊടുക്കാൻ. ഇന്ത്യയിലെ 141 കോടി ജനതയ്ക്ക് ഓരോ ലക്ഷം രൂപ വീതം കൊടുക്കാൻ പറ്റുന്ന സമ്പത്തുണ്ട്. അത് എവിടെ കിട്ടിയതാണ്? എങ്ങനെ ഉണ്ടാക്കിയതാണ്? ഞാൻ പറഞ്ഞതുകൊണ്ട് ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ഇപ്പൊ കർഷകരുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ കർഷകർക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാസർഗോഡുകാർക്ക് എത്ര താല്പര്യം എനിക്കറിയില്ല. കർഷകർ ഈ രാജ്യത്തിന്റെ ക്രയശേഷി, GDP നിലനിർത്തുന്നതിൽ, വളർത്തുന്നതിൽ നിർണായകമായ പങ്ക് കർഷകർക്കുണ്ട്. ആ കർഷക താല്പര്യം മുഴുവനും തകർത്ത് അമേരിക്കയുമായി ഏതോ ഒരു ഫയലിനെ പേടിച്ച് കരാറിൽ ഏർപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എങ്ങോട്ടാ പോക്ക്? ഇതൊക്കെ കണ്ടിട്ട് ഇത് ഞങ്ങളെ ഒന്നും ബാധിക്കുന്ന പ്രശ്നമല്ല. അത് മലപ്പുറത്തുകാരും പാണക്കാട് നോക്കും, അല്ലെങ്കിൽ പിണറായി നോക്കും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നോക്കും, അല്ലെങ്കിൽ പുതിയ ജാഥക്കാർ നോക്കും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നാൽ 75 കൊല്ലം ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്തത്? ഇനിയൊരു മാറ്റം ഉണ്ടാകണ്ടേ? ആ മാറ്റം ആർക്ക് വേണ്ടിയാ? നാടിന് വേണ്ടിയും തലമുറയ്ക്ക് വേണ്ടിയും ഉണ്ടാകണ്ടേ? അതാണ് ഈ പ്രസ്ഥാന രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രഥമ പ്രസിഡന്റ് ഈ അബൂബക്കറിന് തടവറയിലാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ.